നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരെക്കുറിച്ചാ രാവിലെ തന്നെ ഈ പ്രാക്കും പരാതിയൊക്കെ? ദേവുട്ടിയുടെ കാര്യമാണോ? എന്താ സംശയം? അവളുടെ കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ശാപം പിടിച്ച വർഗത്തിനൊന്നും ഈ മുറ്റത്തേക്ക് ഞാനെനിക്ക് ഏറ്റൂല. അമ്മ എന്നെ കണ്ടില്ലേ? ആരെക്കുറിച്ചായാലും ഇത്രയ്ക്കങ്ങോട്ട് കടത്തി പറയണോ? ഓ, ഒന്നുമില്ലേലും ഇത്രയും കാലവും അവളും ഒരു മകളായി കഴിഞ്ഞിരുന്ന വീടല്ലേ ഇത്? അതിന്റെ ആണല്ലോ ഇപ്പൊ ഞങ്ങൾ ഈ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ദേവി, എന്തായി നടക്കുന്നത്? ദേവിയുടെ മായാലീലകളാണോ? ശരിയാ, ഇന്ദുമതി അമ്മയ്ക്കും അഖിലയ്ക്കും എന്നെ കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ജന്മവും ശാപജന്മമായി ജനിക്കുന്നില്ല. പൂർവജന്മ ശാപമാണ് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെയും ബാധിക്കുന്നത്. ഒരാൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അയാൾ മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്നത്, അയാളുടെ അനന്തര തലമുറ കൂടിയാണ്. അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ കാര്യമാണ്. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ ഇവിടേക്ക് എന്തിനാ വന്നത്? അത് പറ. ഞാൻ വന്നത് ഇവിടെ സുഖമില്ലാതെ കിടക്കുന്ന ആളെ ഒന്ന് കാണാനാ. ഒരു തികഞ്ഞ ദേവീഭക്തനായിരുന്നു അദ്ദേഹം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം അദ്ദേഹത്തിന്റെ അരികിലിരുന്ന് ദേവീ മന്ത്രം ഉരുവിടുന്നത് നല്ലതായിരിക്കും എന്നൊരു തോന്നൽ. ചിലപ്പോ ഈ അവസ്ഥയിൽ നിന്ന് ഒരു പുനർജന്മം പോലെ അദ്ദേഹം തിരിച്ചു വന്നേക്കാം. അതും അല്ലെങ്കിൽ പിന്നെ ശാന്തമായ മരണം. രണ്ടിലേത് സംഭവിച്ചാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ലേ അത്? കാര്യമൊക്കെ നല്ല തന്നെയാ, പക്ഷേ എന്താ നിർത്തിക്കളഞ്ഞത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അമ്മേ, സമ്മതമാണെന്ന് പറ. ഒന്നുമില്ലെങ്കിലും ഇവരച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോ അമ്മയ്ക്ക് അത്രയും നേരം റെസ്റ്റ് എടുക്കാമല്ലോ. അല്ല, മറുപടിയൊന്നും പറഞ്ഞില്ല. കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷെ എനിക്കൊരു കാര്യം നിർബന്ധം. ആ ദേവൂട്ടിയെ നിങ്ങളായിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരരുത്. അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല. അത് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുവോ, മന്ത്രം ചൊല്ലോ, എന്ത് വേണേലും ആവാം. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചു. ഇനി എനിക്ക് അകത്തേക്ക് പോവാലോ? അതെ, നീ പറഞ്ഞത് ബുദ്ധിയാ. അവര് മന്ത്രം ചൊല്ലുന്ന സമയത്ത് എനിക്കൊന്ന് നടന്നു വർത്താലോ. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിക്കും. ഞാനിന്ന് പോയിട്ട് വരാമേ. എന്നാലും എന്റെ മോനെ ഗതി വന്നല്ലോ ദേവി. ഏതു നേരവും നിന്റെ നടക്കിൽ വന്ന് തൊഴുതിരുന്നവനല്ലേ, എന്നിട്ടും ഇവനെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണേ? എന്റെ മോനെ എത്രയും പെട്ടെന്ന് ഭേദമാക്കി തരണേ ഭഗവതി. ദേവട്ടി മോളെ, നീ വന്നോ? എങ്ങനെയാ വന്നേ? ദേവി, എനിക്കിത് വിശ്വസിക്കാനാവണില്ല. അല്ല മോളെ, നീ തനിച്ചോടെ വന്നേ? നീ ഇങ്ങോട്ട് വന്നത് ഇന്ദുമതി കണ്ടില്ലേ? അതോ അവളാണോ നിന്നെ ഇങ്ങോട്ട് കയറ്റിവിട്ടെ? ആണോ? വിദ്യാമ്മയാണോ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതുകൊണ്ടാവും ഇന്ദുമതി മറുത്തൊന്നും പറയാത്തത്. വിദ്യാമ്മ കൂടെയുള്ളത് ഏതായാലും നന്നായി. ഒരു മാറ്റവും ഇല്ല മോളെ, അതേ കിടപ്പ് തന്നെയാ ഇപ്പോഴും.